പാട്രിയോട്ട് എന്നുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി മലയാളത്തിൽ ഇറങ്ങി. അതിനുശേഷം ഒരുപാട് തരത്തിലുള്ള റിവ്യൂകളാണ് വന്നത്. മിക്സഡ് ആയിട്ടുള്ള റിവ്യൂകൾ, ഭയങ്കര നെഗറ്റീവായിട്ടുള്ള റിവ്യൂകൾ, വളരെ ന്യൂനപക്ഷം എന്ന് പറയത്തക്ക രീതിയിലുള്ള ചില പോസിറ്റീവ് റിവ്യൂകൾ, ഇങ്ങനെ പലതരത്തിലാണ് പ്രതികരണങ്ങൾ വന്നത്. ഇതിലെ അവസ്ഥ എന്താണ്, കാര്യങ്ങൾ എന്താണ്, പടം എന്താണെന്നുള്ളത് നമുക്ക് മൊത്തത്തിലൊന്ന് വിശകലനം ചെയ്യാം. ആദ്യമേ തന്നെ പറയട്ടെ, മഹേഷ് നാരായൺ ഈ ഒരു സിനിമ എടുക്കാനായിട്ട് ഇങ്ങനെ തുനിഞ്ഞിറങ്ങുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവാനുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പടം ഇറക്കുക, അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സംഭവമായിരിക്കും. ആ ഒരു സംഭവം എടുക്കാൻ ഇറങ്ങിയ ആ ഒരു ഐഡിയ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് ഇറക്കുന്നത് വലിയൊരു മാസ് ഓഡിയൻസിലേക്കാണ്. അതിൽ തന്നെ ഈ പറഞ്ഞ മലയാളികളുണ്ട്. മലയാളികളുടെ സെൻസ് നമുക്കറിയാം. മലയാളികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മാസ് ആക്ഷൻ സിനിമകളാണ്. അതിൽ കൊമേഴ്ഷ്യൽ എലമെൻസ് ഉള്ള അത്തരത്തിലുള്ള സിനിമകളാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കാറുള്ളത്. ഇനി ഇതേ സെയിം മലയാളികൾ തന്നെ കുറച്ച് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള, കുറച്ച് നല്ല തീം ഓറിയൻറ്റഡ് ആയിട്ടുള്ള, കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള പടങ്ങളും ഏറ്റെടുക്കാറുണ്ട്. പക്ഷേ എന്നാൽ ഈ ഒരു പാട്രിയോട്ട് എന്നുള്ള സിനിമയുടെ കാര്യത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരിടത്തും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമയല്ല, മാസ് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള അത്തരത്തിലുള്ള കാറ്റഗറിയിൽ വരുന്ന പടമല്ല. പക്ഷേ എന്നാൽ കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള അത്തരത്തിലുള്ള ആ ഒരു മോഡിലുള്ള പടമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു രീതിയിലേക്കും ആ ഒരു സോണിലേക്കും സംഭവം എത്തിപ്പെടുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ ആകമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു പടമാണ് പാട്രിയോട്ട്. ഒരു മാസ് രീതിയിലേക്കും വന്നിട്ടില്ല, കോണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു പടം എന്നുള്ള രീതിയിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. രണ്ടിൻ്റെ ഇടയിലാണ് പടം നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെല്ലാം ഓക്കെ തന്നെയാണ്. എസ്പെഷ്യലി ലോ ബഡ്ജറ്റ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓക്കെയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, വലിയൊരു ബഡ്ജറ്റിലാണ് പടം ഒരുങ്ങുന്നത്. അതിനൊപ്പം തന്നെ ഇതിൽ ഇറക്കാത്ത തുറുപ്പ് ചീട്ടുകളൊന്നും തന്നെയില്ല. മോഹൻലാൽ, മമ്മൂട്ടി, ഇവൻ നയൻതാരനെ വരെ വിളിച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ട്. പടത്തെപ്പറ്റി ആകമാനം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഫുള്ള് മമ്മൂട്ടിയുടെ പരിപാടികളാണ്. ഐ മീൻ മമ്മൂക്കയുടെ കുറേയധികം ആട്രോസിറ്റീസ്, പൗരുഷത്വത്തിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ സംഭവങ്ങളെല്ലാം പറഞ്ഞ് ആ കഥയുടെ ട്രാക്കിൽ ഇങ്ങനെ കൊണ്ടുപോയി ഒരിടത്ത് വെച്ചിട്ട് ഇൻ്റർവെല്ലിൽ ബ്ലോക്ക് നിർത്തുവാണ്. അതുവരെ സംഗതി ഓക്കെയാണ്. അതിൽ കാര്യമായിട്ടുള്ള പ്രകടമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും പടത്തിലില്ല. ഇതുവരെ അവിടെ നിന്നിട്ട് പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴേക്കും മോഹൻലാൽ വന്നു. മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ എൻട്രി ഒക്കെ കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റേതായിട്ടുള്ള കുറേ തനതായിട്ടുള്ള ചെറിയ സീനുകൾ, അതിൽ പുള്ളിയുടെ ഒരുപാട് സ്ഥിരം ഗിമിക്സുകളൊന്നും ഇല്ല. എൻ്റയർലി ആ ഒരു കഥാപാത്രത്തെ പിടിച്ച് കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ പോകുന്നത് ഏത് രീതിയിലേക്കാണ് കഥ പോകുന്നതെന്ന് നമുക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലാണ് സംഭവം പോകുന്നത്. ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നമുക്കൊട്ടും സാറ്റിസ്ഫാക്ഷൻ തരാത്തൊരു നിലയിലേക്കാണ് പടത്തിൻ്റെ ഒരു ഗതി പിന്നീട് അങ്ങോട്ടേക്ക്. പടം എന്നുള്ള നിലയിൽ, മേക്കിംഗ് എന്നുള്ള നിലയിൽ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള മേക്കിംഗ് ആണ്, എഡിറ്റിംഗ് സെറ്റാണ്, വിഷ്വൽസ്, ഫിലിം മേക്കിംഗ്, ആ ഒരു കാറ്റഗറി എല്ലാം സെറ്റാണ്. പക്ഷേ എഴുത്ത്, റൈറ്റിംഗ്, സ്ക്രിപ്റ്റ് എന്നുള്ള സാധനത്തിൻ്റെ അകത്ത് സെക്കൻഡ് ഹാഫിലേക്ക് എസ്പെഷ്യലി എത്തുമ്പോഴത്തേനും വളരെ വീക്ക് ആവുകയാണ് പടം. ഇമോഷണലി നമ്മളെ കൺവിൻസ് ചെയ്യാൻ പടത്തിന് സാധിക്കുന്നില്ല. സംഭവങ്ങളെല്ലാം ഓക്കെ, ആ ഒരു അടിപിടി കാര്യങ്ങൾ എല്ലാം ഓക്കെ, കഥാപാത്രങ്ങളും ഓക്കെ. പക്ഷെ മോഹൻലാലും മമ്മൂട്ടിനെ ഒക്കെ അവിടെ നിർത്തിയിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ആ കഥാപാത്രങ്ങൾക്ക് വേണ്ടി മാത്രം വിളിച്ചു വരുത്തിയതിലായി സാധനം മാറി. അപ്പോൾ ഇവർ ഈ ഒരു കഥാപാത്രങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. ആ എക്സ്പെക്റ്റേഷൻസ് ഒരു മാസം എന്നുള്ള നിലയിൽ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു കോണ്ടന്റ്, ആ ഒരു കഥയുടെ ലെവലിലെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റണ്ടേ. ആ ഒരു സാധനം ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ആയിട്ടില്ല. കുറേ ആളുകൾ പറയുന്നത് കേട്ടു, ഇത് ഒരു മാസ് പടമല്ല, ഇത് ക്ലാസ് പടമാണ്, അതിൻ്റേതായ രീതിയിൽ കൺസിഡർ ചെയ്യണമെന്ന്. ശരിയാണ്, ക്ലാസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പടം എടുത്തു വെച്ചിട്ടുള്ളത്. അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം തന്നെ ഇതിലുണ്ട്. പക്ഷേ ഒരു മികച്ചത് എന്ന് പറയത്തക്ക രീതിയിലേക്ക് ഒരിടത്തും പടം എലിവേറ്റ് ആവുന്നില്ല. അത് ഡെഫിനറ്റ് ആയിട്ടുള്ള ട്രൂത്താണ്. ഒരു മികച്ച പടം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും ഹുക്ക് ചെയ്ത് അറ്റ് ദ എൻഡ് ക്ലൈമാക്സ് എത്തുമ്പോഴത്തേനും കൊള്ളാം, അടിപൊളി, ഈ ഒരു പടം കൊള്ളാം, കഥാപാത്രങ്ങൾ കൊള്ളാം, നൈസ് എന്ന് നമ്മൾ മനസ്സിൽ നിന്ന് നമുക്കൊരു ഫീലിംഗ് വരുമല്ലോ. ആ ഒരു ഫീലിംഗ്, ആ ഒരു എക്സ് ഫാക്ടർ ഈ ഒരു പടത്തിൽ മിസ്സിങ് ആണ്. സോ ബേസിക്കലി ഇതാണ് പ്രശ്നം. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ എനിക്ക് കാര്യമായിട്ട് തോന്നിയിട്ടില്ല. ഓരോ സീൻ ബൈ സീനായിട്ട് കുറ്റം പറയാനോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഓവറോൾ അറ്റ് ദ എൻഡ് നമുക്ക് പടം കണ്ടു കഴിയുമ്പോഴത്തേനും മോഹൻലാലും മമ്മൂട്ടിയും വലിയൊരു താരനിരം വന്നതിൻ്റെ ഒന്നും ആ ഒരു എഫക്റ്റ് പടത്തിന് ആകമാനത്തിൽ കിട്ടിയിട്ടില്ല. ഓൾസോ ഇതിൽ ലാലേട്ടൻ്റെ ഒരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ട്, പ്രധാനമായിട്ടും കഥയിനെ വഴിത്തിരിവായിട്ടുള്ള ആ ഒരു പ്രധാന സംഭവം. ആ ഒരു സംഭവമൊക്കെ ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത് വളരെ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന പോലെ തോന്നി. ജസ്റ്റ് കഥയിൽ അങ്ങനെ ഒരു സംഭവം ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം ഉൾപ്പെടുത്തി എന്നുള്ള രീതിയിൽ ആയിപ്പോയി. പിന്നീട് അങ്ങോട്ടേക്കുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ പോലും ജസ്റ്റ് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പോലെ തന്നെ തോന്നി. അങ്ങനെ ഒരു സംഭവം എഴുതി ചേർത്തത് തന്നെ ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ഫീലായിപ്പോയി. ഈ ഒരു പടം മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോഴും നമ്മൾ ഓഡിയൻസ് എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ഇതൊക്കെ വളരെ അനാവശ്യമായി പോയി അങ്ങനെ ഒരു എഴുത്തിൻ്റെ കാര്യം. അതിനൊന്നും ഒരു ആവശ്യമില്ലായിരുന്നു, അതിൻ്റെ എന്താ ആവശ്യമായിരുന്നു ഈ ഒരു പടത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും.
അങ്ങനെ അത്തരത്തിലുള്ള ഒരു സംഗതിയാണ് സെക്കൻഡ് ഹാഫിൽ നടന്നിട്ടുള്ളത്. പടം ക്ലീശയാവുന്നതും കഥാപാത്രങ്ങൾ ക്ലീശയാവുന്നതും സ്ഥിരം കണ്ടുമടുത്ത കാര്യങ്ങളാണെന്ന് പറയുന്നതെല്ലാം അതൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ. പക്ഷെ അതിനൊക്കെ കൂടുതലായിട്ട് പുതുമ കൊണ്ടുവരുന്ന സംഭവത്തെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഒരു നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഇമ്പാക്റ്റ്. കഥാപാത്രങ്ങൾ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും പ്ലോട്ട് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഒരു മിനിമൽ ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു സിനിമയിൽ കൊടുക്കാനായിട്ട് പലയിടങ്ങളിലും സാധിച്ചിട്ടില്ല. അറ്റ് ദ എൻഡ് ഒരു ഡീസൻറ്റ് പടമാണോ എന്ന് ചോദിച്ചാൽ ഓക്കെ, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പടം തന്നെയാണ്. പക്ഷേ ഒരു ഡെഫിനറ്റ്ലി ഒരു കിടിലൻ പടമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു പടം കൂടിയാണ് പാട്രിയറ്റ്.